നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സാമ്പത്തിക സ്രോതസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റിയ കവചങ്ങൾ നമ്മുടെ കയ്യിലെപ്പോഴും വേണം. ഇപ്പൊ എത്ര തന്നെ കാശുകൾ ഒരുക്കൂട്ടിയിട്ട് ഒരാൾ പറയാണ് എനിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും വരില്ല, എൻ്റെ അടുത്തും എൻ്റെ തലമുറക്ക് ജീവിക്കാനുള്ള കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അല്ലാഹു തആല ഏത് രൂപത്തിലാണ് നമ്മെ പരീക്ഷിക്കാന്ന് അറിയില്ല. എടുത്താലും തീരാത്ത സമ്പത്ത് ഉള്ളത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അടുത്ത് എടുത്താലും തീരാത്ത സമ്പത്തുള്ളൂ. ഇവിടെയുള്ള ഏത് ധനാഢ്യരാകട്ടെ, ഏത് മുതലാളിയാകട്ടെ, അവന്റെ അടുത്ത് നിന്നൊക്കെ എടുത്താൽ തീരും. ഇപ്പൊ ഒരു ലക്ഷം രൂപയുള്ള ഒരാളുടെ അടുക്കൽ നിന്നും വെറും ഒരു 5000 രൂപ എടുത്തു കഴിഞ്ഞാൽ 95 മാറി. ഞാനേക്ക് വെക്കണം, അപ്പോഴേ കൂടുള്ളൂ. അത് അതേ രൂപത്തിലാവൂല. അപ്പൊ നേരെ വെച്ച് അള്ളാഹുവിന്റെ എടുത്താലും തീരാത്ത സമ്പത്താണ്. അത് മനുഷ്യന്മാർക്ക് ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് എത്ര തന്നെ കുമിഞ്ഞു കൂടിയാലും ഇന്നലെയുള്ള മുതലാളി ഇന്ന് പാമരനാകും, ഇന്നത്തെ പാമരൻ നാളത്തെ മുതലാളിയാകും. അള്ളാഹു തആല നമുക്ക് ഈ പറയുന്ന ഹലാലായ സമ്പത്തുകൾ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും നമ്മളുടെ ഈ സമ്പത്തിന്റെ സ്രോതസ്, അതിന്റെ ആ ഒരു സെക്യൂരിറ്റി, അതിന്റെ എല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ, ഭദ്രമായ രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റിയതായ ഒരുപാട് കാര്യങ്ങളൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ ഇമാം അഹ്മദ് ദൈറബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവരുടെ പറയുന്ന മുജറബാത്ത് ദൈറബി, നമ്മുടെ ഉസ്താദുമാരൊക്കെ അംഗീകരിക്കുന്ന കിതാബ്. ഈ പറയുന്ന മുജറബാത്ത് ദൈറബിയുടെ 24-ാമത്തെ പേജിൽ ഒരു ചെറിയൊരു സൂറത്ത് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആരുടെയും നാവ് കൊണ്ട് എളുപ്പമാണ്, ആർക്കും ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അതും ഒരു ചെറിയൊരു ബുദ്ധിയുള്ളവർക്കൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. അതിന് മാത്രമല്ല അറിവും വേണ്ട, പഠിപ്പും വേണ്ട, ഒന്നും വേണ്ട. അവിടെ പറയുകയാണ്, ഇപ്പൊ ഇൻഷറാഹ് സൂറത്ത്, അലം നശ്റഹ് സദ്റക സൂറത്തുണ്ടല്ലോ, ആ സൂറത്താണ് അവിടെ ചർച്ച. ആ സൂറത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതായിട്ട് പറയുകയാണ്. മിൻ ഖവാസിഹ, ഈ സൂറത്ത് ഇൻഷറാഹ് സൂറത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പൊ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് അതിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അന്നമൻ ദാവമ അലാ ഖിറാഅതിഹാ അഖിബ സ്വലവാത്തിൽ ഖംസ്, ഒരാള് 5 വക്ത് നിസ്കാരത്തിന്റെ പിറകെയായിക്കൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്ത് പതിവാക്കുക. പൊതുവെ ഈ പറയുന്ന അലം നശ്റഹ് സൂറത്ത് മാലും മധുരമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ഒട്ടനേകം മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ 5 വക്ത് നിസ്കാരത്തിന് ശേഷം പതിവായി ഈ പറയുന്ന ഇൻഷറാഹ് സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കുക, പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ 5 വക്ത് നിസ്കാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി വാരിതായി വന്ന ദിക്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം, എല്ലാം കഴിഞ്ഞിട്ട്, അതിന് മുമ്പ് ഓർത്തേക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ പറയുന്ന വന്ന ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഈ പറയുന്ന അലം നശ്റഹ് സൂറത്ത് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ യസ്റഹുല്ലാഹു അംറഹു വരിസ്ഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഉണ്ടോ, അല്ലാഹു തആല അവന്റെ കാര്യങ്ങളും അവന്റെ റിസ്ഖും അവന്റെ മുതലും എല്ലാം എന്താകും, അല്ലാഹു തആല സുതാര്യമാക്കി വെക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഏത് ഭാഗത്തിലൂടെ എന്നുള്ളതൊന്നും അറിയില്ല. ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ സഹായങ്ങൾ വരിക, ഏത് രൂപത്തിലാണ് അവന്റെ ഭദ്രത വരിക എന്ന് നമുക്കറിയില്ല. എന്തോ ആവട്ടെ, അവന്റെ കാര്യങ്ങളും അവന്റെ റിസ്ഖും ഒക്കെ ഭദ്രമായിരിക്കും. അതിൽ യാതൊരു പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിന്റെ ശേഷം അലം നശ്റഹ് എന്ന സൂറത്ത് പതിവാക്കാം. നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാൻ എല്ലാവരും നിസ്കരിക്കണം. ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കരിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം സുലൈമാൻ ബുജൈരി പോലത്തെ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കരിക്കണം. അപ്പൊ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷം അതിന്റെ ദിക്റും അതുകാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അലം നശ്റഹ് സൂറത്ത് ചെറിയൊരു സൂറത്താ. അതങ്ങനെ പതിവായി ചെല്ലുമ്പോ അങ്ങനെ നമ്മൾ പതിവായി പോരും. അപ്പൊ അതെന്തിനാണ് വെച്ചാൽ നമുക്ക് കുമിഞ്ഞുകൂടിയ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതായത് നമ്മളിത് ഇങ്ങനെ നിലനിൽക്കുക എന്ന് പറയില്ലേ, യാതൊരു പ്രതിസന്ധി പ്രയാസ ഘട്ടത്തിലും വന്നു കഴിഞ്ഞാൽ അത് കോട്ടങ്ങളില്ലാത്ത രൂപത്തിൽ നിലനിന്ന് പോവാൻ വേണ്ടിയുള്ള നല്ലൊരു കവചമാകുന്നു എന്നർത്ഥം. അല്ലാഹു